ലീഗൽ പ്രിസത്തിലേക്ക് സ്വാഗതം. ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് എന്നെ അറിയിക്കാതെ എൻ്റെ മതിൽ കെട്ടിത്തിരിച്ച വസ്തുവിൽ കയറി ഡിജിറ്റൽ സർവേ ചെയ്തു. ഇപ്പോൾ അളവിൽ വ്യത്യാസം കാണുന്നു. മതിൽ പൊളിക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കുണ്ടാകുന്ന നഷ്ടം ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കിയെടുക്കാൻ കഴിയുമോ? നഷ്ടപരിഹാരം ലഭിക്കാൻ എന്ത് ചെയ്യണം? ഉദ്യോഗസ്ഥർ തോന്നിയതുപോലെ സർവേ ചെയ്തു. ഇനിയിപ്പോൾ എവിടെ എന്ത് ചെയ്യണം? ആരെ കാണണം? ഈ ഡിജിറ്റൽ സർവേ സകലർക്കും തലവേദനയാകുമോ? ഇതിന് എന്താണ് പരിഹാരം? ഇങ്ങനെയുള്ള സാധാരണക്കാരുടെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ലീഗൽ പ്രിസം പരിശോധിക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും എന്താണ് പരിഹാരം എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേഡ് ഈസി. ഡിജിറ്റൽ സർവേ സംബന്ധിച്ച നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായി വേണം ഈ വീഡിയോ കാണുവാൻ. ഓക്കെ, ഡിജിറ്റൽ സർവേ സംബന്ധിച്ച ഗവൺമെന്റിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഇവയാണ്. 1. ഭൂ ഉടമകൾ എൻ്റെ ഭൂമി പോർട്ടൽ പ്രയോജനപ്പെടുത്തുക. 2. സർവേ സമയത്ത് നമ്മൾ സ്ഥലത്ത് എത്തിച്ചേർന്ന് സർവേയുമായി സഹകരിക്കുക. 3. സ്വന്തം വസ്തുവിന്റെ സർവേ രേഖകൾ നേരത്തെ കരുതി വയ്ക്കുക. ഉദ്യോഗസ്ഥർക്ക് പരിശോധനയ്ക്ക് നൽകുക. 4. ഡിജിറ്റൽ സർവേ സംബന്ധമായി പൊതുജനങ്ങൾക്കുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. ഇനി സർവേ ചെയ്തതുമായി ബന്ധപ്പെട്ട് തർക്കമോ പരാതിയോ ഉണ്ടെങ്കിൽ 1. ഡിജിറ്റൽ സർവേയുടെ ക്യാമ്പ് ഓഫീസറെ നേരിട്ട് കണ്ട് സംസാരിക്കാം. 2. അതിർത്തി ലൈനുകൾ നമ്മുടെ രേഖകളുമായി യോജിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാം, ഉറപ്പുവരുത്താം. 3. ആധാരത്തിലെ വസ്തു കൈമാറ്റം ശരിയായി ഡിജിറ്റൽ രേഖകളിൽ വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താം. 4. എന്നിട്ടും പരാതി നിലനിൽക്കുന്നുണ്ടെങ്കിൽ രേഖാമൂലം പരാതി ഫയൽ ചെയ്യാം. പരാതി രേഖാമൂലം നൽകാം. അല്ലാതെ ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റം നടത്തുക, സർവേ ഉപകരണങ്ങൾ നശിപ്പിക്കുക, സർവേ നടപടികളുമായി സഹകരിക്കാതിരിക്കുക, നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യുക എന്നിങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പ്രശ്നപരിഹാരം ആവില്ല. അത് ഡ്യൂട്ടി തടസ്സം, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ ക്രിമിനൽ കേസുകളിലേക്കാണ് വഴിതെളിക്കുക. ഡിജിറ്റൽ സർവേയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ സുതാര്യമായ വിവരശേഖരണമാണ്. അതിർത്തി തർക്കങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണുക എന്നതാണ്. ഭൂമിയുടെ ഡിജിറ്റൽ രേഖകളുടെ കൃത്യത ഉറപ്പാക്കലാണ്. ഇവിടെ രേഖകളുടെ കൃത്യത ഉറപ്പാക്കുന്നു എന്ന് പറയുന്നതിനാണ് തർക്കം വരുന്നത്. പൊതുവെ പറയുന്ന പരാതികൾ ഇവയാണ്. 1. പിതാവിന്റെ പേരിലുണ്ടായിരുന്ന ഭൂമി മക്കളുടെ പേരിലേക്ക് ചേർത്ത് നികുതി ഒടുക്കി വരികയായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും പിതാവിന്റെ പേരിൽ തന്നെ തിരികെ വന്ന് കിടക്കുന്നു. 2. ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂട്ടവകാശത്തിലുണ്ടായിരുന്ന ഭൂമി ഭർത്താവിന്റെ പേരിൽ മാത്രം വന്നിരിക്കുന്നു. 3. നിലവും പുരയിടവും പ്രത്യേക പ്ലോട്ടുകളായി തിരിക്കാതെ ഒറ്റ പ്ലോട്ടായി തിരിച്ച് നിലമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 4. ആധാരവും ഡിജിറ്റൽ സർവേയും തമ്മിൽ വ്യത്യാസം കാണുന്നു. ആധാരത്തിൽ 75 സെന്റ്, ഡിജിറ്റൽ സർവേയിൽ 72 സെന്റ്. 5. FMB സ്കെച്ചും ഡിജിറ്റൽ സർവേ സ്കെച്ചും തമ്മിൽ വ്യത്യാസം കാണുന്നു. 6. ഡിജിറ്റൽ സർവേ സംബന്ധിച്ച സംശയങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? ഇതിനുള്ള മറുപടി കൃത്യമായി പറയാം. ഫോൺ നമ്പറും തരാം. വീഡിയോ ശരിക്കും കാണുന്നവർക്ക് മാത്രമേ ഇത് ലഭിക്കൂ. 7. ആധാരത്തിൽ 88 സെന്റ് ഉണ്ട്. 60 സെന്റ് പട്ടയ സ്ഥലവും 28 സെന്റ് വിരിവും എന്നാണ്. അത് അളന്നപ്പോൾ ആകെ 55 സെന്റ് മാത്രമേ ഉള്ളൂ എന്നും ബാക്കി പുഴ പുറമ്പോക്കാണെന്നും പറയുന്നു. ആ സ്ഥലം നമുക്ക് കിട്ടില്ലേ? 8. ഞങ്ങളുടെ വസ്തു ഡിജിറ്റൽ സർവേ ചെയ്തപ്പോൾ നമ്മൾ 4 വീട്ടുകാർ ഉപയോഗിക്കുന്ന വഴി കൂട്ടിയില്ല, അത് വഴിയായി രേഖപ്പെടുത്തും എന്ന് പറയുന്നു. നമ്മൾ വിട്ടുകൊടുത്ത സ്ഥലമാണ്, പക്ഷേ നമുക്ക് അവകാശമില്ല എന്ന് പറയുന്നു. ഇത് വീണ്ടും സർവേ ചെയ്ത് നമ്മുടെ ഭാഗം നമ്മുടെ പേരിൽ ചേർക്കാൻ കഴിയുമോ? 9. വസ്തുവിന്റെ ഉടമസ്ഥനെ കൊണ്ട് തന്നെ കല്ലിടിപ്പിക്കുന്നത് ശരിയാണോ? 10. ഉദ്യോഗസ്ഥരുടെ തെറ്റിന് അവരല്ലേ പണം തരേണ്ടത്? ഈ 10 ചോദ്യങ്ങളിൽ നിങ്ങളുടെ ചോദ്യവും ഉണ്ട്. ഇതിന് ഓരോന്നായി വിശദമായി മറുപടി പറയാം. ഇത് ഔദ്യോഗികമായി മറുപടി നൽകുന്നതല്ല. നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് സാധാരണക്കാർക്കെല്ലാം അറിയുന്ന ചെറിയ അറിവുകൾ പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. കൂടുതൽ സംശയം ഉള്ളവർ ഒരു അഭിഭാഷകനുമായി നേരിട്ട് സംസാരിച്ച് സംശയ നിവർത്തി വരുത്തണം. സ്റ്റെപ്പ് 1. എൻ്റെ ഭൂമി പോർട്ടലിലെ വിവരം പരിശോധിക്കുകയാണ് ആദ്യം വേണ്ടത്. അത് പരിശോധിച്ചാൽ നമ്മുടെ ഡിജിറ്റൽ വിവരങ്ങൾ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. സ്കെച്ചും കാണാം, സ്കെച്ചിലെ ഓരോ ലൈനും കാണാം, ഓരോ ലൈനുകളുടെ നീളവും കാണാം, അത് വെച്ച് കണ്ടെത്തിയ വിസ്തീർണവും കാണാം, ആരുടെ പേരിലാണ് ചേർത്തിരിക്കുന്നതെന്നും കാണാം, നിലമാണോ പുരയിടമാണോ എന്നും കാണാം. ഇനി
സ്റ്റെപ്പ് 2. ഇത് അല്പം പ്രയാസമുള്ള സ്റ്റെപ്പാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ സർവേ വിവരങ്ങൾ നമ്മുടെ യഥാർത്ഥ രേഖകളുമായി കമ്പയർ ചെയ്യുകയാണ്. നമ്മുടെ യഥാർത്ഥ രേഖകളിൽ നിന്നും ഡിജിറ്റൽ രേഖ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കുകയാണ് ലക്ഷ്യം. നമ്മുടെ രേഖ എന്ന് പറയുമ്പോൾ മിക്കവരും ആധാരമാണ് എടുക്കുന്നത്. അതല്ല, മറ്റേ രേഖ. ഏത് രേഖ? പണ്ട് സിനിമയിൽ ശങ്കരാടി പറയുന്ന രേഖയല്ല. ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. സർവേ അതിരടയാള ആക്ടിലെ സെക്ഷൻ 17A പറയുന്ന രേഖ. അതെന്നത് അവിടെ പറയുന്നത് ഉടമസ്ഥാവകാശ പ്രമാണങ്ങളുടെ രജിസ്ട്രേഷന് വേണ്ടി സർവേ മാപ്പ് തയ്യാറാക്കണമെന്ന്. അതൊരു പ്രൊഹിബിറ്ററി ക്ലോസ് ആണ്. നമ്മൾ ഒരു വസ്തു വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പോകുമ്പോൾ വസ്തുവിന്റെ ഒരു സ്കെച്ച് മാപ്പ് തയ്യാറാക്കണമെന്ന്. ആര് തയ്യാറാക്കണം? നമ്മളോ? അതെ, നമ്മൾ തന്നെ. ഒരു ലൈസൻസ് ഉള്ള സർവേയറെ കൊണ്ട് തയ്യാറാക്കണമെന്ന്. അതിന് നമ്മുടെ നാട്ടിലെ റിട്ടയർ ആയ വില്ലേജ് പേഷ്കാർ പോരാ. ലൈസൻസ് ഉള്ള സർവേയർ എന്ന് പറയുമ്പോൾ ITI വഴി സർവേ പഠിച്ച് എൻറോൾ ചെയ്തിട്ടുള്ള സർവേയർ, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ച് എൻറോൾ ചെയ്തിട്ടുള്ള ആൾ. അവർക്കെന്താ കൊമ്പുണ്ടോ? ഉണ്ട്. അവർ നമ്മുടെ ഭൂമിയുടെ അക്ഷാംശം, രേഖാംശം എന്നീ പോയിന്റുകൾ എടുത്ത് FMBയിൽ സൂപ്പർ എംബോസ് ചെയ്താണ് സ്കെച്ച് വരയ്ക്കുന്നത്. FMB എന്താണെന്നോ? അത് ആർക്കും കിട്ടും. വില്ലേജ് ഓഫീസിൽ നിന്നും പകർപ്പെടുക്കാം. നമ്മുടെ ഭൂമിയുടെ സ്കെച്ചാണത്. ഫീൽഡ് മെഷർമെന്റ് സ്കെച്ച്. അത് അന്തിമമായി ചെയ്തിരിക്കുന്ന സർവേ രേഖയാണ്. അതിലാണ് നമ്മൾ അടുത്ത ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത്. സബ് ഡിവിഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ അന്ന് വസ്തു വാങ്ങിയപ്പോൾ റിട്ടയർഡ് പേഷ്കാർ വന്ന് അളന്ന് ഇത്ര സെന്റ് എന്ന് വായുവിൽ എഴുതി കാണിച്ചതല്ലേ ഉള്ളൂ. സ്കെച്ച് വരച്ചു തന്നില്ല. പണം കൊടുത്തില്ലേ? കൊടുത്തു. പിന്നെ സ്കെച്ച് തരാത്തതെന്ത്? അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ലെന്ന് പറയുന്നു. അക്ഷാംശം, രേഖാംശം ഒക്കെ കണ്ടുപിടിച്ചോ? ഇല്ല. ഒരു തീപ്പെട്ടി വെച്ച് ഒരു ചതുരം വരച്ചു. അതിൽ 4 വശവും അളവെഴുതി, കൂട്ടിക്കിഴിച്ചു, സെന്റ് പറഞ്ഞു. നോക്കൂ, നമ്മുടെ നാട്ടിൽ തെറ്റായ അളവ് തൂക്ക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ്. നമ്മൾ അരിയോ പഞ്ചസാരയോ വാങ്ങുമ്പോൾ കൃത്യമായ തൂക്കമാണോ എന്ന് തീർച്ചപ്പെടുത്താറില്ലേ? പിന്നെ എന്താണ് ലക്ഷങ്ങളോ കോടികളോ വിലയുള്ള ഭൂമി വിൽക്കുമ്പോൾ അളന്ന് തിട്ടപ്പെടുത്താത്തത്? നമ്മൾക്കന്ന് ഇതൊന്നും അറിയില്ലായിരുന്നു, അളന്ന് വാങ്ങണമെന്ന്. ലൈസൻസ് ഉള്ള സർവേയർ അംഗീകരിച്ച സ്കെച്ച് ആധാരത്തിനൊപ്പം രജിസ്റ്റർ ചെയ്യണമെന്ന്. അത് സബ് രജിസ്ട്രാർ പറഞ്ഞു തന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനി നമ്മളൊരു ലൈസൻസ് ഉള്ള സർവേയറെ വിളിക്കുക. അവർ വന്ന് നമ്മുടെ ഭൂമി കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി സ്കെച്ച് തയ്യാറാക്കി ഒപ്പിട്ട് തരും. സർവേയറെ വിളിക്കുമ്പോൾ അക്ഷാംശം, രേഖാംശം ഇവ നോക്കാൻ അറിയുന്ന സർവേയറെ മാത്രമേ വിളിക്കാവൂ. അവർ ഒരു കമ്പ് കൊണ്ടുവന്ന് നമ്മുടെ വസ്തുവിന്റെ ബെൻഡ് പോയിന്റുകളിൽ തൊടും. അതൊരു റോവർ സ്റ്റിക്കാണ്. അതോടെ സ്കെച്ച് തയ്യാറാകും. അത് FMB സ്കെച്ചിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യും. അപ്പോൾ വന്നിട്ടുള്ള മാറ്റമാണ് ഡിജിറ്റൽ സർവേയിൽ വന്നിട്ടുള്ള മാറ്റം എന്ന് നിസ്സാരമായി കണ്ടെത്താം. ഇപ്പോൾ ഏത് ലൈനാണ് ഡിജിറ്റൽ സർവേയിൽ തെറ്റിപ്പോയതെന്ന് നമുക്ക് തർക്കം ഉന്നയിച്ച് പരിഹരിക്കാം. അവർ വന്നാൽ ശരിക്കും നമുക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. അല്ലാതെ കൈവെള്ളയിലെ രേഖ കാണിച്ചാൽ അവർ അങ്ങ് പോകും. ഇനി മറ്റൊരാളുടെ സംശയമാണ്, നമ്മുടെ പിതാവ് നമുക്കൊരു ഓഹരി തന്നു, പക്ഷേ ലൈസൻസ്ഡ് സർവേയറെ വിളിച്ച് അളന്നില്ല, അതിർത്തി തിരിച്ചില്ല. അത് ശരിക്കും ഒറ്റ പ്ലോട്ടായി കിടക്കുകയാണ്. അപ്പോൾ ഡിജിറ്റൽ സർവേയിലും ഒറ്റ പ്ലോട്ടായി കിടക്കും. അതിർത്തി തിരിക്കാതെ ആധാരം മാത്രം എഴുതി പോക്കുവരവ് ചെയ്തതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നതെന്ന് വ്യക്തമായില്ലേ? അതേ സ്ഥിതി തന്നെയാണ് പാർട്ടീഷൻ ഡീഡ് എഴുതിയാലും വിൽപത്രം എഴുതിയാലും ഒക്കെ ഭൂമി അളന്ന് തിരിച്ച് അതിർത്തി കല്ല് നാട്ടി സ്കെച്ച് വരച്ച് അത് വെച്ചാകണം വസ്തുവിന്റെ ഷെഡ്യൂൾ തയ്യാറാക്കേണ്ടത്. ഭൂമിയിൽ സബ് ഡിവിഷൻ സർവേ ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. അത് ചെയ്തു തരേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമല്ലേ? അവർക്കെതിരെ കേസ് കൊടുത്താൽ പോരെ? ഇതിന്റെ ഉത്തരം അല്പം കൂടി കഴിഞ്ഞ് പറയാം. നമ്മൾ തയ്യാറാക്കുന്ന സബ് ഡിവിഷൻ സ്കെച്ച് FMBയുമായി യോജിക്കാതെ വന്നാൽ ആവശ്യമായ ഏരിയ റവന്യൂ രേഖകളിൽ കിട്ടാതെ പോകും. 50 സെന്റുള്ള ഒരു പ്ലോട്ടിൽ നിന്നും 5 പേർക്ക് തുല്യമായി പ്ലോട്ട് തിരിക്കുമ്പോൾ പരമാവധി 10 സെന്റേ പാടുള്ളൂ. ആകെ 50 സെന്റിൽ തീരണം. അല്ലാതെ 12 സെന്റ് വീതം 5 പേർക്ക് പ്ലോട്ട് തിരിച്ചാൽ അത് 60 സെന്റ് ആകും. ആധാരത്തിൽ ഉണ്ടാകും, എന്നാൽ റവന്യൂ കണക്കിൽ കാണില്ല. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ കമ്പ്യൂട്ടറൈസ് ചെയ്തപ്പോൾ വില്ലേജ് വിസ്തൃതിയിൽ കൂടുതൽ ചേർക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മറ്റ് സംശയങ്ങളും കൂടി നോക്കാം.
ഭാര്യയും ഭർത്താവും കൂട്ടായി കൈവശം വെച്ചിരുന്ന ഭൂമിയിൽ ഒരാളുടെ മാത്രം പേര് വന്നത് ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമായി കണക്കാക്കാം. അത് ആധാരം വെച്ച് പരിഹരിക്കാം. അവിടെ വിസ്തീർണത്തിൽ വ്യത്യാസമില്ലല്ലോ. നിലവും പുരയിടവും പ്രത്യേകം പ്ലോട്ടുകളായി തിരിക്കാതെ ഒറ്റ പ്ലോട്ടായി തിരിച്ച് നിലമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗുരുതരമായ മിസ്റ്റേക്കാണ്. അത് ഡിജിറ്റൽ സർവേയിൽ OLC ഫയൽ ചെയ്ത് തന്നെ പരിഹരിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് LRM നടപടികളുമായി നടന്ന് പ്രയാസമാകും. നിലവും പുരയിടവും വ്യത്യസ്ത പ്ലോട്ടുകളായി മാത്രമേ സർവേ ചെയ്യാവൂ എന്നാണ് സർവേ മാനുവലിൽ പറയുന്നത്. ഇനി മറ്റൊരു കേസ് നോക്കാം. ആധാരവും ഡിജിറ്റൽ സർവേയും തമ്മിൽ വ്യത്യാസം കാണുന്നു. ആധാരത്തിൽ 75 സെന്റ്, ഡിജിറ്റൽ സർവേയിൽ 72 സെന്റ്. ഇത് വിസ്തീർണ വ്യത്യാസമാണ്. ഇത് നമ്മൾ ശരിയായി സർവേ ചെയ്ത് സ്കെച്ച് കാണിച്ചാൽ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് പിശക് കണ്ടുപിടിച്ച് ശരിയാക്കി തരാൻ കഴിയൂ. അത് ബോധ്യപ്പെട്ടാൽ അവർ ബൗണ്ടറി ആൾട്രേഷൻ വരുത്തി റെക്കോർഡ് ശരിയാക്കി തരും. ഇത് അവരുടെ ജോലിയല്ലേ? അല്ല. പ്രമാണം തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ ശരിയായ രേഖ തയ്യാറാക്കേണ്ടത് നമ്മുടെ ജോലി തന്നെയാണെന്നാണ് സെക്ഷൻ 17A പറയുന്നത്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രോപ്പർട്ടി ശരിയായി പരിപാലിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമായി നിയമം കാണുന്നു. ഭൂമിയുടെ ഓണർഷിപ്പ് പ്രൈവറ്റ് ഓണർഷിപ്പ് എന്നാണ് പറയുന്നത്. അവിടെ സർക്കാരിന് പ്രത്യേകിച്ച് റോളില്ല. ഡിജിറ്റൽ സർവേയുടെ ചെലവും നമ്മളിൽ നിന്നും ഈടാക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത്. പ്രകൃതിക്ഷോഭത്തിൽ മതിലിടിഞ്ഞു പോയതിന് നഷ്ടപരിഹാരം ലഭിക്കാൻ അപേക്ഷ നൽകുന്നവരുണ്ട്. സ്വകാര്യ മതിലൊന്നും സർക്കാർ സംരക്ഷിക്കില്ല. അതിന് നിയമത്തിൽ വ്യവസ്ഥയില്ലാത്തതുകൊണ്ട് അപേക്ഷ നിരസിക്കും. അപ്പോൾ ഡിജിറ്റൽ സർവേയിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഉദ്യോഗസ്ഥർക്കെതിരെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കാൻ സാധ്യതയില്ലേ? സാധ്യതയില്ല. കാരണം നമ്മുടെ ഭൂമി നമ്മുടെ ഉത്തരവാദിത്തം എന്നാണ് നിയമം പറയുന്നത്. അതാണ് പ്രൈവറ്റ് ഓണർഷിപ്പ്. നമുക്ക് കൂടുതൽ ഭൂമി ഉണ്ടായിരിക്കുകയും അത് നോക്കി നടത്താൻ നമുക്ക് സമയമില്ലാതിരിക്കുകയും ചെയ്താൽ നമ്മളൊരു എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഏജൻസിയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഭൂമിയുടെ രേഖകളെല്ലാം കൃത്യമായി സൂക്ഷിക്കുകയും അതിർത്തി തർക്കങ്ങളിൽ നിന്നും കയ്യേറ്റങ്ങളിൽ നിന്നും ഭൂമി സംരക്ഷിക്കുകയും ശരിയായ മാനേജ്മെന്റ് ഉറപ്പുവരുത്തുകയും ചെയ്യും. അവർക്ക് അസറ്റ് വാലുവേഷൻ, ഡിജിറ്റൽ സർവേ, പവർ ഓഫ് അറ്റോർണി വെച്ചുള്ള ഏജൻസി മാനേജ്മെന്റ്, മരണശേഷമുള്ള പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂഷൻ, കേസ് നടത്തിപ്പ് തുടങ്ങിയ സർവീസുകളൊക്കെ ഉണ്ടാകും. സ്ഥിരമായി ഒരു എസ്റ്റേറ്റ് ഓഫീസറെ നിയമിക്കുന്ന രീതിയും ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതലായി മറ്റൊരു വീഡിയോയിൽ പറയാം. ഇനി മറ്റൊരു കേസ്, FMB സ്കെച്ചും ഡിജിറ്റൽ സർവേ സ്കെച്ചും തമ്മിൽ വ്യത്യാസം കാണുന്നു. ഇത് സ്വാഭാവികമാണ്. കൈവശ സ്ഥിതിയെ അടിസ്ഥാനമാക്കിയാണ് ഡിജിറ്റൽ സർവേ ചെയ്യുന്നത്. അവിടെ തർക്കമൊന്നുമില്ലെങ്കിൽ ഡിജിറ്റൽ സർവേ രേഖകൾ അന്തിമമായി പ്രഖ്യാപിക്കും. തർക്കമുള്ളവർ സിവിൽ കോടതി വഴി പരിഹാരം തേടണം. ഗവൺമെന്റ് അതിലൊന്നും ഇടപെടില്ല. ഇനി മറ്റൊരു സംശയം, ആധാരത്തിൽ 88 സെന്റ് ഉണ്ട്, 60 സെന്റ് പട്ടയ സ്ഥലവും 28 സെന്റ് വിരിവും എന്നാണ്. അത് അളന്നപ്പോൾ ആകെ 55 സെന്റ് മാത്രമേ ഉള്ളൂ. ബാക്കി പുഴ പുറമ്പോക്കെന്നും പറയുന്നു. ആ സ്ഥലം നമുക്ക് കിട്ടില്ലേ? ഇല്ല. പുറമ്പോക്ക് എല്ലാ മനുഷ്യരുടെയും ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്. അഥവാ അത് പൊതുമുതലാണ്. പൊതുമുതലിന്റെ പേരാണ് പുറമ്പോക്ക്. പണ്ടുകാലത്ത് നികുതി ബുക്കിൽ എഴുതാത്തതിനെയാണ് പുറംബുക്ക് എന്ന് പറയുന്നത്. അത് നികുതി ബുക്കിന്റെ പുറം ഭാഗത്ത് എഴുതിയിരിക്കും. കാരണം അതിന് നികുതിയില്ല. നടവഴികളും റോഡുകളും പുഴകളും കടലും തോടുകളും കനാലുകളും ഒക്കെ നികുതി ബുക്കിന്റെ പുറം ഭാഗത്താണ് എഴുതുന്നത്. അതിന് നികുതിയില്ല. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. പ്രൈവറ്റ് ഓണർഷിപ്പ് ക്ലെയിം ഇല്ല. ഈ പുറമ്പോക്കിന് കൃത്രിമ രേഖയുണ്ടാക്കി സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ സബ് രജിസ്ട്രാർ ഉൾപ്പെടെ 7 വർഷം ഇരുമ്പഴിക്കുള്ളിൽ പോകും. വൺസ് എ പുറമ്പോക്ക് ഓൾവേസ് എ പുറമ്പോക്ക് എന്നാണ്. അത് ഭൂമി ഉള്ളിടത്തോളം കാലം പുറമ്പോക്ക് തന്നെയായിരിക്കും. ഇനി മറ്റൊരു കേസ് നോക്കാം. ഞങ്ങളുടെ വസ്തു ഡിജിറ്റൽ സർവേ ചെയ്തപ്പോൾ നമ്മൾ 4 വീട്ടുകാർ ഉപയോഗിച്ചിരുന്ന വഴി നമ്മുടെ ഭൂമിയിൽ കൂട്ടിയില്ല. അത് വഴിയായി രേഖപ്പെടുത്തും എന്ന് പറയുന്നു. നമ്മൾ വിട്ടുകൊടുത്ത സ്ഥലമാണ്, പക്ഷേ നമുക്ക് അവകാശമില്ല എന്ന് പറയുന്നു. അത് വീണ്ടും സർവേ ചെയ്ത് നമ്മുടെ ഭാഗം നമ്മുടെ പേരിൽ ചേർക്കാൻ കഴിയുമോ? ഇത് പ്രയാസമാണ്. കാരണം പൊതുവഴികളായി ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ നികുതി ഒഴിവാക്കി പഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ ചേർത്ത് പരിപാലിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വസ്തുത, ഇപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത വിധത്തിൽ താൽക്കാലികമായി നികുതി സ്വീകരിക്കുന്ന ഏർപ്പാടൊക്കെയുണ്ട്. അത് നമ്മുടെ ഡിജിറ്റൽ രേഖ പരിപൂർണമായി എന്ന് കരുതരുത്. അത് നമുക്ക് പിന്നീട് ചതിയായി വരും. ഡിജിറ്റൽ സർവേയിൽ പുതിയ ബ്ലോക്കും സർവേ നമ്പരും ശരിയായി വന്നിരിക്കണം.
പഴയ സർവേ നമ്പരും നിലമാണോ പുരയിടമാണോ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം. വിസ്തീർണം പുതിയത് മാത്രമേ കാണിക്കൂ. ഡിജിറ്റൽ സർവേ സംബന്ധിച്ച സംശയങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? ഇപ്പോൾ ഭരണമാറ്റം വന്നതോടെ ഉദ്യോഗസ്ഥരെയൊക്കെ മാറ്റിയിരിക്കുകയാണ്. പഞ്ചായത്ത് മെമ്പർമാരെയാണ് ചുമതല ഏൽപ്പിച്ചിരുന്നത്. അവർ വഴി ക്യാമ്പ് ഓഫീസർമാരെ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാ ജില്ലാ കളക്ടറേറ്റിലും പ്രത്യേക ഡിജിറ്റൽ സർവേ സെൽ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാന തലത്തിൽ ബന്ധപ്പെടാവുന്ന നമ്പർ ഇതാണ്. ഓഫീസ് സമയത്ത് വിളിച്ച് വിവരം ആരായാം. ഇത് ഉദ്യോഗസ്ഥരുടെ സ്വകാര്യ നമ്പരാണ്. വിളിക്കുമ്പോൾ സ്വകാര്യ നമ്പറിലേക്കാണ് വിളിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. FMB വെച്ച് സബ് ഡിവിഷൻ സ്കെച്ച് തയ്യാറാക്കുന്നത് നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. ഇതിനെക്കുറിച്ച് ഒരു ഡെമോ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അത് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ യെസ് എന്ന് കമന്റ് ചെയ്യൂ. ഡിജിറ്റൽ സർവേ വന്നതിൽ പ്രയാസം അനുഭവിക്കുന്ന നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ വീഡിയോ അവരിലേക്കും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ഷെയർ ചെയ്ത് സഹായിക്കുന്നതിന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി പ്ലീസ്. താങ്ക് യു. ദിസ് ഈസ് ലീഗൽ പ്രിസം, ലോ മേ DC.